എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളിന്ന് അമ്മയ്ക്ക് കുറച്ച് സർപ്രൈസസ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ പോവാം. എൻ്റെ കുഞ്ഞാപ്പി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് കുഞ്ഞിന് വാക്സിനൊക്കെ എടുത്ത് 2 കുത്തൊക്കെ കിട്ടിയിരിക്കുക. അതിൻ്റെ ക്ഷീണത്തിലിരിക്കുക കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കുഞ്ഞാപ്പി ഹായ് പറഞ്ഞേ. ഇവരോട് ഹായ് പറഞ്ഞേ. ഹായ് പറ. എടി ഹായ് പറയടി, ഹായ് പറയടി. സോ അമ്മയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വീക്ക് അച്ചിയുടെ ബർത്ത്ഡേക്ക് 17 Pro Max വാങ്ങിച്ചു കൊടുത്തു. സോ ഇന്ന് നമ്മൾ അമ്മ കുറേ കാലമായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാനും അച്ഛനും കൂടി പോയി മലബാർ ഗോൾഡിൽ നിന്നൊരു ജിംക്ക വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അമ്മയ്ക്കിത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഇതെന്നെ ഇടയ്ക്ക് പഠിപ്പിക്കുന്ന മാഷാണ് കേട്ടോ, അപ്പുച്ചേട്ടൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇന്നിവിടെ അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. അമ്പലത്തിന്റെ ഇത് കിട്ടത്തില്ല. പക്ഷെ വെട്ടമില്ല. കാണിച്ച ജിമിക്ക് കാണിച്ച പുതിയ ജിമിക്ക്. ഇനി ഞങ്ങൾ അമ്പലത്തിൽ സദ്യ കഴിച്ചിട്ട് വരാം. കുഞ്ഞിനെന്തെങ്കിലും വാങ്ങിച്ചാലോ? അമ്മയുടെ പൊന്നു വാവോ. അമ്മയുടെ പൊന്നിന് എന്തോ പറ്റി? അമ്മയുടെ പൊന്നിനുണ്ട് ഒടി കിട്ടത്തുണ്ടോ? കുഴപ്പം പൊന്നാണോ ഉമ്മ ഉമ്മ. Happy birthday to you, happy birthday to you, happy birthday dear Amma, happy birthday. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇട്ടിരിക്കുന്നതും ഞാൻ വാങ്ങിച്ചു കൊടുത്താ കേട്ടോ. ഒന്ന് പിന്നെ പിന്നെ 3. എന്നാ പിന്നെ ഇതും കൂടി അമ്മയ്ക്ക് വാങ്ങിച്ചതാ. സത്യം? ബോക്സ് മാത്രമേ ഉള്ളൂ, അതിനകത്തൊന്നും ഇല്ല. എപ്പോഴും ജിമിക്ക വേണോന്ന് പറയത്തില്ലായിരുന്നു. അടെ നീ അച്ഛക്ക് ഐഫോൺ മേടിച്ചു കൊടുത്തത് ഞാനും പ്രതീക്ഷിച്ചു എനിക്കൊരു ഐഫോൺ ആയിരിക്കും. അങ്ങനെ അമ്മയ്ക്ക് ഒരു ജിമിക്ക വാങ്ങിച്ചു കൊടുത്ത്. ഞാൻ മാത്രല്ല, അച്ചിയും ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടി വാങ്ങിച്ചു. എന്റെ ജിമിക്ക് എനിക്ക് എന്തായാലും എന്താ പറയുന്നത്, ചളങ്ങിയിരിക്കുമായിരുന്നു. ബിഗ് ബോസിൽ പോയി ഒരബദ്ധം പറ്റി ചളങ്ങി പോയായിരുന്നു. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? അടിപൊളി അടി അടിപൊളി സൂപ്പർ. നമ്മൾ ട്രെൻഡ്സിൽ വന്നിരിക്കുന്നു ഗൈസ്.
ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഒരു കിഡിലൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്, ബ്രൂക്ക് ഷോർ. വർഷങ്ങളായിട്ട് ആക്ച്വലി ഞങ്ങൾ ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഇതാണ് ഹേമ ചേച്ചി, എൻ്റെ വലിയൊരു ഫാനാണ്. വന്നപ്പോൾ തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഒരു ഹായ് പറ. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഈ മുളക് ചമ്മന്തി. ശരിക്കും ഈ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻ്റ് കഴിക്കുന്നത് ബ്രൂക്ക് ഷോർ ആലപ്പുഴ. ആലപ്പുഴയല്ല, നെടുമുടി. യെസ്, ഗുലാബ്. ആ, ഷംസിൻ്റെ എടുക്കാൻ മറന്നുപോയി. ഇത് വ്ളോഗാ, വ്ളോഗ് യൂട്യൂബില്. അവിടെ ഒന്നാന്തരം മലയാളം പറയാനായിട്ട് പിന്നെ 3 മാസം 3.5 മാസമല്ലേ വെള്ളം മാത്രമേ വീട്ടിൽ. പിന്നെ വീട്ടിൽ വന്ന് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഉടനെ കൊറോണ. കൊറോണ ടൈമിൽ എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടില്. എല്ലാത്തിനും ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഷെഫ്. പിന്നെ എന്റെ എല്ലാമായ മിനിമോൾ വ്ളോഗിലിടാൻ വേണ്ടിട്ട് ഇതിനകത്ത് ലൈവായിട്ട് മീനുണ്ട് കേട്ടോ. ഇതിനകത്ത് മീനാണോ? അത് പിടിച്ചിട്ടിരിക്കുന്നത് പിടിച്ചിട്ടിരിക്കുക, പക്ഷെ കാണത്തില്ല. കാണാവോ ഫോണില്? വരാലല്ലേ. അപ്പൊ ഇത്രയും അടിപൊളി ഫുഡ് ഉണ്ടാക്കി തരുന്ന വർഷമായിട്ടുള്ള പരിചയമാണ് ഷംസു. പക്ഷെ എപ്പോഴും നമ്മളോട് ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇത്രയും വർഷമായില്ല നീ കൊച്ചിനെ നമ്മളായിട്ടില്ല പഠിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ വേണേ പിടിച്ചേരാ സൈഡില് കാണിക്കാനാണ് മതി. സോ ഗൈസ്, നമ്മൾ ഇന്ന് എൻ്റെ ഡാൻസ് പ്രോഗ്രാമിന് പോകുവാണ്. പത്തനംതിട്ടയിൽ കോന്നിയിലാണ് ഇന്ന് ഡാൻസ് പ്രോഗ്രാം ഉള്ളത്. സോ പിള്ളേരൊക്കെ നേരത്തെ അവിടെ എത്തിക്കഴിഞ്ഞു, നമ്മൾ പോകുന്നതേ ഉള്ളൂ. ഹായ്, ഹലോ. ഡാൻസ് പ്രോഗ്രാം. അതെന്തുവാ സീറ്റിലിരിക്കുന്നേ? പുളി. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ കയറിയപ്പോ പറിച്ച പുളിയാ കേട്ടോ അത്. പണ്ടൊക്കെ ഇങ്ങനെ കൂട്ടി തിന്നുമായിരുന്നു, പക്ഷെ ഇത് പഴുത്തല്ല കേട്ടോ, പച്ച. അടിപൊളി സാധനം വേണം. ഇപ്പൊ ഡാൻസിന് പോവാ. അതെ, ഡാൻസിന് പോകണം. രാധമാര് വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടി പോവാ കൃഷ്ണൻ. അപ്പൊ ഗൈസ് നമുക്കപ്പം പ്രോഗ്രാമിന്റെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. എന്റെ ഡാൻസ് ക്ലാസ്സിൽ എന്റെ വലിയൊരു ഫാൻ ഉണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ മീറ്റ് ചെയ്തൊരു ഫാനാണ് ആദി. പക്ഷെ ഇന്നലെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ആദീനെ ഞാൻ പരിചയപ്പെടുത്തൊക്കെ ചെയ്യാട്ടോ. ആദി ഇന്നലെ എന്നെ കാണുമ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയി കേട്ടോ. ഇന്നും ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാം. എനിക്ക് പത്രമാറ്റില്ലേ എന്റെ ഒരു ഫാൻ, പത്രമാറ്റ് കണ്ട് എന്നോട് പറഞ്ഞ് ആന്റി എനിക്ക് ഞാൻ പത്രമാറ്റി കണ്ടെന്നോ. ഇതിലും വരെ സന്തോഷം. ഒരാളെയും കണ്ട് എനിക്ക് എന്നെ തിരിച്ചറിഞ്ഞല്ലോ. കണ്ടിട്ടില്ല. അമ്മ പോലെ അമ്മയുടെ
എപ്പിസോഡ് കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ആദ്യം ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇന്നസെന്റ്, ഭയങ്കര അടിപൊളി ക്യാരക്ടർ. അപ്പൊ കുഞ്ഞാട്ടോ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ എന്തായാലും അവനെ പരിചയപ്പെടുത്തി തരാം. അപ്പം ബാക്കിയുള്ള എൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന എല്ലാവരും ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഗുരുവിനെ കാണിച്ചു തരാം. പിന്നെ പ്രോഗ്രാംസിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇടാം. മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. മഴ നോക്ക്. ഞങ്ങളുടെ വീടും എല്ലാം റിലേറ്റീവ്സും ജോലിയുടെ ആവശ്യമില്ല. ഓക്കെ ഇങ്ങോട്ട് ഒരു വലിയ കുപ്പി അത് വെച്ചപ്പോഴാണ് ഭംഗി മറ്റേനെ കണ്ടത്. ഓ ഇനി ദേഷ്യം വരുന്നത് കേട്ടാ. ചെറുതാ വലുത് ഒന്നുകൂടെ പറ. കിട്ടിയില്ല. പറ്റുമോ നോക്കണേ. മറ്റു സാധനം നല്ല ഭംഗിയായിരിക്കും. എന്തോ ഈ ചെവിയിൽ ഈ കിടക്കുന്ന അമ്മ അതെനിക്ക് ഇടാൻ പറ്റത്തില്ല, വേദനയാ. നോക്കൂ ഗൈസ്. വണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം കോന്നിയിലുള്ള ഒരു അമ്പലത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മഴയായിരുന്നു, അതുകൊണ്ട് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് പ്രോഗ്രാം നടക്കുമോ ഇല്ലയോ എന്ന്. പക്ഷേ അതിഗംഭീരമായിട്ട് തന്നെ പ്രോഗ്രാമൊക്കെ നടന്നു. അപ്പോൾ ഇത് ബിഹൈൻഡ് ദി സീനാണ് കേട്ടോ. ഇത് ഞങ്ങൾ ആക്ച്വലി ഒരു സോങ്ങിന് ചുമ്മാ ഇരുന്ന് ഡാൻസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്റ്റേജിൽ കളിക്കുമ്പോൾ ഞങ്ങൾ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സോ ഇത് മിന്ന, ഇത് ശ്വേത. സോ മിന്ന എൻ്റെ ഗുരുനാഥനായിട്ടുള്ള RLV ഓംകാർ സാറിൻ്റെ മോളാണ്. പക്ഷേ ഉണ്ടല്ലോ ഞങ്ങൾ ഭയങ്കര വൈബാണ്. നമുക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോഗ്രാമിൻ്റേതായിട്ടുള്ള എല്ലാം ഫുൾ ചില്ലിങ് എൻജോയ്മെൻറ്റ്, ആ ഒരു വൈബാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോങ്ങൊക്കെ പ്ലേ ചെയ്യണമെന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് ഞാൻ സോങ് ഇടാത്തത്. അമ്മ അപ്പോഴത്തേക്കും ഞങ്ങളുടെ കോപ്രായങ്ങളൊക്കെ കണ്ട് ബാക്ക് സ്റ്റേജിൽ എൻജോയ് ചെയ്ത് നിൽക്കുക. അച്ഛയാണെങ്കിൽ അവിടെ ഫ്രണ്ടിൽ ഓഡിയൻസിൻ്റെ കൂടെ എൻ്റെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ആ ഫാൻ. ചേച്ചിയുടെ ഫാനാണ്. ചേച്ചി അടിപൊളിയാ. ഇത് വരുമ്പോ ഇത് വരുമ്പോ ഇത് അച്ഛൻ, ഇത് ചേച്ചി, ശ്വേത, അമ്മു, ഞാൻ, അനില, ആദിത്യൻ, ആദികേശ്, ഋഷികേശ്, ആര്യ. പിന്നെ എവിടെ? പിന്നെ ഇവിടെ ഉണ്ട്. So guys, നമ്മുടെ പ്രോഗ്രാം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ബൈ. എന്നെ കൊണ്ട് വരില്ല.